ഹായ്, ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ പെണ്ണ് കാണാൻ. പക്ഷേ എനിക്കല്ല കേട്ടോ, എൻ്റെ കസിൻ സിസ്റ്റർക്കാണ്. ഇപ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ മാമൻ്റെ വീട്ടിലും കൂടി പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന ദിവസവും പെണ്ണ് കാണാൻ വരുന്ന ദിവസം ഒന്നായതുകൊണ്ട് കുറച്ച് ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ലിപ് ബാം ഇട്ടു, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു. ആക്ച്വലി സൺസ്ക്രീനും കൂടി ഇടേണ്ടതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ ഞാൻ കൊണ്ടുവരാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. സത്യം പറയാലോ, എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാൻ അറിയില്ല. പക്ഷെ ഇത് ചെയ്യുന്നവരെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആഫ്റ്റർ പൗഡർ ഇടൽ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ലോക്കലായിട്ട് ഐബ്രോ ഫില്ല് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ പൊതുവെ ഫില്ല് ചെയ്യാറുള്ളത്. കാരണം അതിലെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അടുത്തത് ദ മെയിൻ പാർട്ട്, ലിപ്സ്റ്റിക്. ദെൻ കണ്ണെഴുതുന്നതിൽ ഏറ്റവും വലിയ ഫേവറേറ്റ് ബ്രാൻഡാണ് ഡാസ്ലറിൻ്റെ ഈ ഐലൈനർ കുപ്പി. കണ്ണെഴുതുന്നതിൽ എനിക്കൊരു സ്റ്റൈലേ ഉള്ളൂ, ബോൾഡ് വിത്ത് വിങ്സ്. അതിലും ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ ഈ സാരി എടുത്തപ്പോഴേക്കും ആ എലഗൻസ് അങ്ങ് പോയ പോലെ എനിക്ക് തോന്നി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തള്ളലുക്ക് വൈബായ പോലെ. ഞാൻ ആദ്യം ഈ 2 കമ്മലാണ് ഇടാൻ വിചാരിച്ചത്, പിന്നെ അതൊരു രസമില്ലാത്തതുകൊണ്ട് വീണ്ടും മാറ്റിയിട്ടു. ഇത് പിന്നെ ഒരു ലുക്ക് ഉണ്ടെന്ന് എനിക്കിന്നെ തോന്നിപ്പെട്ടതാണ്. നിങ്ങൾക്കിതിൽ ഏത് കമ്മൽ ഇട്ടപ്പോഴാണ് ഭംഗിയായിട്ട് തോന്നിയത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഫൈനലി ഒരു പെർഫ്യൂമും കൂടെ അടിച്ചു കൊടുത്തപ്പോൾ ഒക്കെ റെഡിയായി. ഇനി ഏതായാലും പോയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.